ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ അവസ്ഥ. എന്തെങ്കിലും അങ്ങോട്ട് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും കയറെടുത്ത് ചാടുകയാണ്. ഓ, എന്നാൽ പോയി എന്ന് പറഞ്ഞാലോ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കുറേ പൊട്ടന്മാർ തിരിച്ചങ്ങോട്ട് തന്നെ വരും. അല്ലാതെ തുടപ്പാണ് എവിടേക്കോ പോയി പിന്നെ ജീവിതത്തിൽ കാണാതെ പോയ കുട്ടികൾ. കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഒരു അമ്മ വന്നിട്ട് പറയുകയാണ്, എനിക്ക് 2 മക്കളാണ്. ഞാൻ ചോദിച്ചു എന്തോ ചെയ്യുന്നു മക്കളൊക്കെ? ഒരുത്തൻ്റെ അഡ്രസ്സില്ല. അതെന്താ കാരണം? അവൻ 10ാം ക്ലാസ്സിൽ അവർ കുറച്ച് മാർക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എഴുതി ഇറങ്ങിപ്പോയതാ. സ്വാമി എനിക്കൊന്നും അറിയില്ല എന്നാണ് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും അമ്മയ്ക്ക് ഇനി കാണാം. അടുത്ത വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മകനായിട്ടുണ്ടാവും. കാരണം ഇങ്ങനത്തെ ടീമൊക്കെയാണ് അവിടെ എത്തിച്ചേരുക. ഇവരൊക്കെ തലതിരിഞ്ഞ് എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിലെത്തും. കാരണം എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം രാഷ്ട്രീയമാണ്. കാരണം അതൊരു വലിയ പ്രസ്ഥാനമാണ്. പണ്ട് ഇ കെ നായനാരോട് പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ പാർട്ടി ഇതുവരെ യുവാക്കൾക്കൊന്നും തൊഴിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഉടനെ അയാൾ പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിച്ചു, നമ്മുടെ പാർട്ടിയിൽ പ്രായപൂർത്തിയായവർ എത്ര പേരുണ്ട്? ഇതൊക്കെ കെട്ടിച്ചു വിടും. അതെന്തിനാണ്? അതെന്നെ ഒരു പണിയാണെന്ന്. ഈ വേറെ പണിയുണ്ട്. ഈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അവളെ കൊണ്ട് നടന്നോളൂ. പിന്നെ അവന് പണിയില്ല എന്ന് പറഞ്ഞാൽ അവൻ നടക്കില്ല. പിന്നെ അവൻ അധ്വാനിച്ച് എന്തെങ്കിലും പണി ഉണ്ടാക്കും. കാരണം അവൾ വീട്ടിൽ കയറ്റില്ല അവന്. പിന്നെ എങ്ങനെയെങ്കിലും പണിയെടുക്കാൻ തുടങ്ങും. അപ്പോൾ ആളുകളെ പണിയെടുപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇവനെ കെട്ടിച്ചു വിടലാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ 21 വയസ്സ് കല്യാണത്തിനാക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലർ പ്രസന്റ് ആക്കാൻ തുടങ്ങിയത്. കാരണം അവർക്ക് പെട്ടെന്ന് മക്കളെ കെട്ടിച്ചു കൊടുത്താൽ ആൺകുട്ടികൾ അത്രയും പണിയെടുക്കാൻ പോകില്ല. നിൽക്കട്ടെ. അപ്പം പറഞ്ഞു വരുന്നത് നിർദ്വന്ദ്വരാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം സുഖം വരുമ്പോൾ ചിരിക്കാതിരിക്കുക. ഞാൻ നിർദ്വന്ദ്വനാണ് എന്ന് പറഞ്ഞാൽ മസിൽ പിടിച്ചിരിക്കലല്ല. ദുഃഖം വരുമ്പോൾ കരയാതിരിക്കുക. മരിച്ച വീട്ടിൽ പോയി എല്ലാവരും കരയുമ്പോൾ നമ്മളിങ്ങനെ എന്താണ് ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുമ്പം എന്താ നിനക്കൊരു സങ്കടമില്ലേ? ഇല്ലേ, ഞാൻ നിർദ്വന്ദ്വനാണ്. അവർ ചവിട്ടിക്കൂട്ടി പുറത്താക്കും. അപ്പൊ നമുക്ക് വികാരങ്ങളില്ലാത്ത ജീവിയല്ല ഈ നിർദ്വന്ദ്വൻ. എന്നാൽ ആ വികാരങ്ങളിൽ കുരുങ്ങി ആ വികാരങ്ങളിൽ തളരുന്ന വ്യക്തിത്വമല്ല. ഇത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. മനുഷ്യൻ ഇങ്ങനെ ആവാൻ പറ്റുമോ? മനുഷ്യന്റെ മാനസിക മണ്ഡലത്തെ അവന് മാറ്റിയെടുക്കാൻ പറ്റുമോ? അത് മാറ്റിയെടുക്കുന്നിടത്താണ് വിഷയം എന്ന് ഗീത പറയും. അതുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. കാരണം ഇത് വളരെ ഡീപ്പ് സബ്ജക്റ്റാണ്. നമുക്ക്